ഇനിയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മൊബൈലിലെ ഒരു ക്യാമറ ടിപ്സാണ്. അതായത് നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി പല ഫോട്ടോസുകളും എടുക്കാറുണ്ട്. ഇത്തരം ഫോട്ടോസുകൾ നമ്മൾ എവിടെ നിന്നാണ് എടുത്തത് എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ മറന്നു പോകാറുണ്ട്. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ മറന്നു പോകും. എന്നാൽ ഇത്തരം മറന്നു പോകാതിരിക്കുന്നതിനായിട്ട് നമുക്ക് നമ്മുടെ മൊബൈലിൽ എടുത്ത ഫോട്ടോസുകൾ നമുക്ക് ലൊക്കേഷൻ ടാഗ് ചെയ്തെടുക്കാൻ സാധിക്കും. ഫോട്ടോസുകൾ ലൊക്കേഷൻ ടാഗ് ചെയ്തെടുക്കാൻ സാധിക്കും. അത് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മൊബൈലിലെ ക്യാമറ വഴി ലൊക്കേഷൻ ടാഗ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ നെറ്റ് ഓൺ ആക്കുക. അതിനുശേഷം നിങ്ങൾ അതിൻ്റെ GPS എന്നുള്ള ഓപ്ഷൻ കൂടി ഓൺ ആക്കുക. ഇതിനായിട്ട് നമുക്ക് യാതൊരുവിധ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടില്ല. നമ്മുടെ ഫോണിൽ തന്നെ ഉള്ള ഒരു ഫീച്ചറാണിത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ക്യാമറ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൽ സെറ്റിംഗ്സ് എടുക്കുക. അതായത് ക്യാമറ സെറ്റിംഗ്സ് എടുക്കുക. ക്യാമറ സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം അവിടെ ഒരു മെനു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് അവിടെ ആയിട്ട് ലൊക്കേഷൻ ഇൻഫർമേഷൻ എന്നൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അത് മിക്ക ഫോണുകളിലും ഓഫ് ആയിരിക്കും. നിങ്ങൾ അത് ഓൺ ചെയ്തിടുക. ഇങ്ങനെ ഓൺ ചെയ്തിട്ടതിന് ശേഷം നിങ്ങൾ ഫോട്ടോസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൊക്കേഷൻ കൂടി അതിൽ ടാഗായി വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എങ്ങനെയാണ് നമ്മുടെ ഫോൺ വഴി എടുക്കുന്ന ഫോട്ടോസുകളുടെ ലൊക്കേഷൻ ടാഗ് ചെയ്ത് നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഗാലറി ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഫോട്ടോ എടുത്തതിന് ശേഷം നിങ്ങളുടെ ഗാലറി ഓപ്പൺ ചെയ്യുക. ഗാലറി ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ എടുത്ത ഫോട്ടോ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെടുത്ത ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ താഴെയായിട്ട് മോർ എന്നൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആയിട്ട് ലൊക്കേഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഫോട്ടോ എടുത്ത ലൊക്കേഷനാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങളും ലൊക്കേഷൻ ടാഗ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എടുത്ത ഫോട്ടോയുടെ ലൊക്കേഷൻ ഇവിടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലൊക്കേഷൻ്റെ നിങ്ങൾക്ക് അതിൻ്റെ മാപ്പ് കൂടി കാണണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളെടുത്ത ഫോട്ടോയുടെ മാപ്പ് കൂടി കാണണമെന്നുണ്ടെങ്കിൽ, എവിടെ നിന്നാണ് എടുത്തതിൻ്റെ മാപ്പ് കൂടി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ബാക്ക് ചെയ്തതിന് ശേഷം മോർ എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽസ് എന്ന ഓപ്ഷന് താഴെയായിട്ട് ഷോ ഓൺ മാപ്പ് എന്നൊരു ഓപ്ഷൻ കൂടി വന്നിരിക്കുന്നതിന് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിലെ മാപ്പ് ഓപ്പൺ ആവുകയും നിങ്ങൾ ഫോട്ടോ എടുത്ത ആ സ്ഥലം മാപ്പ് സഹിതം നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ ഫോണിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. യാതൊരുവിധ ആപ്ലിക്കേഷൻ സഹായമില്ല. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഫീച്ചർ, അതായത് ലൊക്കേഷൻ ഇൻഫർമേഷൻ എന്നുള്ള നിങ്ങളുടെ ക്യാമറയുടെ ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്തിരുന്നാൽ മാത്രം മതിയാകും ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഫോണിൽ തന്നെ ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സും ട്രിക്സുകളും മാത്രമാണ് ഈ ചാനൽ വഴി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് പ്രതീക്ഷയോടുകൂടി ടിപ്സ്.